നീണ്ടൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ഉല കലാ സാംസ്കാരിക സംഘടന കുട്ടികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ചിത്രശില്പ അഭിനയ കളരി ഞായറാഴ്ച സമാപിക്കും. കളം എന്ന് പേരിട്ടിരിക്കുന്ന ത്രിദിന കളരി കൈപ്പുഴ പൊൻകുഴി ഫാം ഹൗസിലാണ് നടക്കുന്നത്. കുട്ടികളിലെ സർഗാത്മക വാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കളം വിഭാവനം ചെയ്തിട്ടുള്ളത്. ചിത്ര, ശില്പ, കരകൗശല വസ്തു നിർമ്മാണം, നാടകാഭിനയം, നാടൻപാട്ട്, ജനപ്രിയ സംഗീതം തുടങ്ങിയവയാണ് പരിശീലനം നൽകുന്നത്. ആർട്ടിസ്റ്റ് സുജാതൻ കളരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ കലയ്ക്ക് വലിയ പങ്കാണുള്ളത്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ വലുതാണ് ചിത്ര, ശില്പ, അഭിനയ കളരി നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കളുടെ മുന്നിലുള്ള പ്രധാന വിഷയം കുട്ടികളുടെ പഠിത്തം മാത്രമാണ്. അവരെ വലിയ നിലയിൽ പഠിപ്പിച്ച് വലുതാക്കുക, വലിയ ഉദ്യോഗസ്ഥകളും ഉദ്യോഗാർത്ഥികളും ഒക്കെ ആക്കുക, അതൊക്കെയാണ് ലക്ഷ്യം. ഇതുപോലുള്ള ക്യാമ്പുകൾ, പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് കേരളത്തിലുടനീളം ഇത്തരം കുട്ടികൾക്കായിട്ടുള്ള ക്യാമ്പുകൾ ഏറെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന അറിവുകൾ ഒരുപക്ഷെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ലഭിക്കുന്നതിലപ്പുറമുള്ള വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ ഊന്നി നിൽക്കുന്ന കുറേ അറിവുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. PM യേശുദാസ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സവിത ജോമോൻ, വാർഡ് മെമ്പർ മനുമോൾ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. എഴുത്തുകാരൻ S. ഹാരിഷ് പ്രഭാഷണം നടത്തി. ഓണംതുരുത്ത് രാജശേഖരൻ സ്മാരക അഭിനയ കളരി ഡോക്ടർ അജു K. നാരായണൻ നയിച്ചു. യേശുദാസ് PM, സാബു M. രാമൻ, റൈറ്റ് PB ആൽബർട്ട്, ബിജു C. ഭരതൻ, അജയ് വേണു പെരിങ്ങാശ്ശേരി, VS മധു, സേതു കല്ലിങ്കൽ, വിവേക് ഭൂഷൺ, സജി റാഫേൽ, അഞ്ജു ശരണ്യ, CR ശ്രീജിത്ത് തുടങ്ങിയവരാണ് പരിശീലകർ. ഇന്നലെ ഉലയുടെ ആഭിമുഖ്യത്തിൽ ചിത്രശില്പ സാഹിത്യ അഭിനയ കളരി തുടങ്ങിയത് 2 സെക്ഷനായിട്ടാണ് ഈ കളരി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്നലെ നാടകരംഗത്തെ ആചാര്യനായിട്ടുള്ള സുജാതൻ മാഷാണ് ഈ കളരി ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് തിയേറ്റർ വർക്ക്ഷോപ്പ് വളരെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് നടക്കുന്നു. ചിത്രരചന, കാർട്ടൂൺ, മറ്റു കാര്യങ്ങളൊക്കെ ശില്പകലയൊക്കെ മറ്റൊരു വിഭാഗമായിട്ട് വേറെ സ്ഥലത്തൊക്കെ നടക്കുന്നു. നാളെ ഈ ക്യാമ്പ് സമാപിക്കുന്നതാണ്. നാടകക്കളരി ഓണതുരുത്ത് രാജശേഖരൻ്റെ സ്മരണാർത്ഥം നടത്തുന്നതാണ്. അദ്ദേഹമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് പുള്ളിയുടെ പേരുകളായി നാടകക്കളരി നയിച്ചുകൊണ്ടിരുന്നത്. ഈ ക്യാമ്പിൽ 50ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് വെറുമൊരു അഭിനയം അല്ലെ ചിത്രരചന ക്ലാസ് കളരി മാത്രമല്ല, കുട്ടികൾക്ക് അവരുടെ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വ വികസന പരിപാടി കൂടിയാണ്. സ്വയം അറിയാതെ അത് അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നൊരു പ്രക്രിയയാണ്. അപ്പം ഉള്ളിലുള്ള കലാബോധത്തെ, കലാവാസന പരിപോഷിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.